രണ്ടാം തവണ അധികാരത്തിലെത്തിയ ട്രംപിന് പാകിസ്ഥാനിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. പാകിസ്ഥാന്റെ ക്രിപ്റ്റോ കറൻസി ട്രംപിന്റെ സ്വന്തം ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ഉയർന്നാൽ ട്രംപിന്റെ വരുമാനം പലതവണയെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ അമേരിക്ക ഔദ്യോഗികമായി ക്രിപ്റ്റോ കറൻസിയെ അംഗീകരിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അത് മാത്രമല്ല, അമേരിക്ക ഇസ്രായേലിനൊപ്പം ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ തീരുമാനമെടുത്ത പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ സഹായം അമേരിക്കയ്ക്ക് ആവശ്യമാണ്. പാകിസ്ഥാൻ ഇറാനെ സഹായിക്കും എന്നുള്ള ഒരു പറച്ചിൽ എല്ലായിടത്തുമുണ്ട്. അത് ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാന് അണുവായുധമുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ കൊടുത്തതാവും. ഇറാൻ അണുവായുധം ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചാൽ അത് പാകിസ്ഥാൻ സഹായത്തോടെയാവും എന്നൊരു ധാരണ പൊതുവെയുണ്ട്. അത് തടയുക മാത്രമല്ല, ഇറാനെ ആക്രമിക്കാൻ പാകിസ്ഥാന്റെ മണ്ണുകൂടി ഉപയോഗിക്കുക എന്ന ലക്ഷ്യം കൂടി ട്രംപിനുണ്ട്. ഇന്ത്യ ഇറാനെതിരെ യുദ്ധം നടത്താൻ ഇന്ത്യൻ വ്യോമതാവളം തുറന്നു കൊടുക്കില്ല. ചരിത്രപരമായി ഇറാനും ഇന്ത്യയും തമ്മിൽ തരക്കേടില്ലാത്ത ബന്ധമാണ്. ശീതയുദ്ധ സമയത്ത് ഇന്ത്യയും ഇറാനും അമേരിക്കൻ വിരുദ്ധ ചേരിയിലായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മുൻപ് സംഘർഷമുണ്ടായപ്പോൾ പാകിസ്ഥാനെ ഇറാൻ ഇന്ത്യക്ക് വേണ്ടി ആക്രമിച്ചേക്കുമോ എന്നുള്ള ആശങ്ക പോലും അമേരിക്കയ്ക്കുണ്ടായിരുന്നു. ഇസ്രായേലുമായി ഇന്ത്യയുടെ അടുപ്പം കൂടിയതോടെ ഇറാനും ഇന്ത്യയും തമ്മിൽ പഴയതുപോലെ ഊഷ്മളമായ സൗഹൃദമില്ല. എങ്കിൽ പോലും ഉള്ള ബന്ധം അങ്ങനെ തന്നെ ദൃഢമായി നിലനിർത്താൻ ഇന്ത്യ പരിശ്രമിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വ്യോമതാവളങ്ങളോ ഇന്ത്യൻ സൈന്യത്തിന്റെ സഹായമോ അമേരിക്കയ്ക്ക് ലഭിക്കില്ല എന്നുറപ്പായതോടെ പാകിസ്ഥാന്റെ സഹായം തേടാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ കൂടിക്കാഴ്ച. ഇത്രയും സംഭവ വികാസങ്ങൾ ഉണ്ടായതോടെ പ്രതിപക്ഷം മോദിക്കെതിരെ രംഗത്ത് വരുന്നു. മോദിയിലൂടെ ഇന്ത്യ അപമാനിക്കപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഷ്യം. ഇതോടുകൂടി ഇന്നലെ മോദി ട്രംപിനെ വിളിച്ച് പരിഭവം പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയോട് അധികം അഭ്യാസം നടത്തണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളും നയങ്ങളുമുണ്ട്, നിങ്ങളോട് ഞങ്ങൾ സഹകരിച്ചു പോകുന്നു എന്നത് സത്യമാണ്. അമേരിക്കയോട് സഹകരിച്ചു പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടരുത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചതിൽ അമേരിക്കയുടെ വാക്ക് ഞങ്ങൾ ഗൗനിച്ചിട്ടേയില്ല. ഞങ്ങൾ അത് മിലിറ്ററി തലത്തിൽ ചർച്ച ചെയ്ത് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് നിറവേറ്റിയതാണ്. അതാണ് ഞങ്ങളുടെ നിലപാട്. ഇന്ത്യയുടെ വിഷയങ്ങളിൽ, കശ്മീരാണെങ്കിലും മറ്റേത് വിഷയമാണെങ്കിലും അമേരിക്കയുടെ മധ്യസ്ഥത ആവശ്യമില്ല. ദയവായി ഉപദ്രവിക്കരുത്, ഉള്ള സൗഹൃദം നശിപ്പിക്കരുത് എന്ന് മോദി ട്രംപിനോട് പറഞ്ഞു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.